വെൽക്കം ടു യശോധ എജു പ്ലാറ്റ്ഫോം. കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഇന്ന് ഡേ 1 ടോപ്പിക്കിൽ ഫിസിക്സും കെമിസ്ട്രിയും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കുന്നത് ബയോളജിയാണ്. ബയോളജിയിലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. +1 നമുക്ക് പഠിക്കാനുള്ള ഈ സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തതെന്ന് നോക്കുക. അതായത് ഓരോ ഓർഗനിസത്തിന് അതിൻ്റെ ലെവൽ അനുസരിച്ച് ബാക്ടീരിയ മുതൽ നമ്മുടെ ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ വരെ ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് പലതരത്തിൽ ഓരോരോ കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലേ, വർഗീകരിച്ചിട്ടുണ്ട്. അതാരാണ് ചെയ്തത്? RH വിറ്റക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 1969 ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ പേര് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതനുസരിച്ചിട്ട് ഓർഗനിസംസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? 1 കിങ്ഡം മൊണീറ, 2 കിങ്ഡം പ്രോട്ടിസ്റ്റ, 3 കിങ്ഡം ഫഞ്ചൈ, 4 കിങ്ഡം പ്ലാന്റ്, 5 കിങ്ഡം അനിമേലിയ. ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. PSC എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ എന്നുള്ള ചോദിച്ചിട്ട് ഈ ഓപ്ഷൻസ് ഇത്രയും തരാം. 1 സെൽ സ്ട്രക്ചർ, രണ്ടാമത്തെ ഓപ്ഷനിൽ ബോഡി ഓർഗനൈസേഷൻ, 3 മോഡ് ഓഫ് ന്യൂട്രീഷൻ, 4 റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. എന്നിട്ട് ഇതിൽ നിന്ന് 1ഉം 2ഉം 2ഉം 3ഉം എല്ലാം വരും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. ആ രീതിയിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഇത്. അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റകർ നടത്തിയത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഓർഗനിസംസിൻ്റെ, ജീവികളുടെ സെൽ സ്ട്രക്ചർ, അല്ലേ, കോശങ്ങളുടെ ഘടന വെച്ചിട്ട്. 2 ബോഡി ഓർഗനൈസേഷൻ, അവരുടെ ബോഡി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. 3 മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരുടെ ആഹാര രീതി എങ്ങനെയാണ് അതനുസരിച്ചിട്ട്. 4 റീപ്രൊഡക്ഷൻ, അല്ലേ, അവരുടെ പ്രത്യുൽപാദനം അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തു. 5 ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, അതായത് അവരുടെ എവല്യൂഷണറി ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആൻസിസ്ട്രൽ എവല്യൂഷൻസ് ഒക്കെ നോക്കിയിട്ട് ആ തരത്തിലൊക്കെ ഇവരെ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സ്, എല്ലാ ക്രൈറ്റീരിയാസും കണക്കിലെടുത്തുകൊണ്ട് വർഗീകരിച്ച രീതിയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ തന്നെയാണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി 5 കിങ്ഡം ടേബിളിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 5 കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ, 5 പേരെയും തന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ക്യാരക്ടേഴ്സ്, ഇദ്ദേഹം എടുത്ത ക്യാരക്ടേഴ്സ്, സെൽ ടൈപ്പും സെൽ വാളും പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും അതുപോലെ അതിൻ്റെ ബോഡി ഓർഗനൈസേഷനും മോഡ് ഓഫ് ന്യൂട്രീഷനും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊണീറ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ടീരിയയ്ക്ക് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഓർഗനിസംസ് വരുന്നതാണ് മൊണീറ കിങ്ഡത്തിനകത്ത്. അപ്പോൾ അവരുടെ സെൽ ടൈപ്പിന് പറയുന്ന പേരാണ് പ്രോകാരിയോട്ടിക്. അതായത് അവർക്കൊരു പ്രിമിറ്റീവ് സ്ട്രക്ചറാണ് ഉള്ളത്. ബാക്കി പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എല്ലാം കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനിസംസ് ആണ്. സോ അവരെ നമുക്ക് പറയാം യൂക്കാരിയോട്ടിക് സെൽ ടൈപ്പാണ്. പിന്നെ ഇവരുടെ സെൽ വാൾ വരുമ്പോൾ മൊണീറയ്ക്കാണെങ്കിൽ, മൊണീറ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയൊക്കെ ഉൾക്കൊള്ളുന്ന മൊണീറ ഗ്രൂപ്പിനാണെങ്കിൽ എങ്ങനെയായിരിക്കും? നോൺ സെല്ലുലോസിക് ആയിരിക്കും. അവരുടെ സെൽ വാള് സെല്ലുലോസ് കൊണ്ടൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സെൽ വാള് എല്ലാ പ്രോട്ടിസ്റ്റിലും കാണത്തില്ല, പക്ഷെ ചിലതിലൊക്കെ കാണും. പിന്നെ ഫഞ്ചൈ ആണെങ്കിൽ ഇവരിൽ സെൽ വാൾ ഉണ്ട്, പക്ഷെ സെല്ലുലോസ് അല്ല, കൈറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പ്ലാന്റേ വരുമ്പോൾ അവർക്ക് സെൽ വാൾ പ്രസന്റ് ആണ്, അത് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അനിമേലിയ ആണെങ്കിൽ ആനിമൽസിന് സെൽ വാൾ ആബ്സെന്റ് ആണ്. ഓക്കെ, അടുത്ത ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനെ ചുറ്റിപ്പെട്ട് കാണുന്ന ഒരു എക്സ്ട്രാ മെംബ്രെയിൻ, അതിൻ്റെ ചുറ്റിലായിട്ട് കാണുന്ന മെംബ്രെയിൻ, അതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ മൊണീറ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഓർഗനിസം അല്ലേ, സോ അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ കാണത്തില്ല, ആബ്സെന്റ് ആണ്. പക്ഷെ മറ്റ് 4 പേർക്കും പ്രസന്റ് ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതുപോലെ ബോഡി ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ മൊണീറ ഏറ്റവും സിമ്പിൾ ആണ്, അവർക്ക് ടിഷ്യൂസ് നമ്മളെ ഓർഗൻസ് ഒന്നും ഇല്ല, അല്ലേ, അവർക്ക് ജസ്റ്റ് സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്, യൂണിസെല്ലുലാർ ആണ്. പക്ഷെ പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ സെല്ലുലാറും വരാം, പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ വളരെയധികം സിമ്പിളും അല്ല, എന്ന് പറഞ്ഞാൽ മൊണീറയുടെ അത്രയും സിമ്പിളും അല്ല, പക്ഷേ ഫംഗസിൻ്റെ അത്രയും കോംപ്ലക്സും അല്ല, ഏകദേശം ഒരു ഇടനിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കും സെല്ലുലാർ ബോഡി സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ പ്രോട്ടിസ്റ്റ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്കൊക്കെ മൾട്ടി സെല്ലുലാർ ടൈപ്പാണ്. അപ്പോൾ ഫംഗസ് ആണെങ്കിൽ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂസ് ആയിട്ട്
ആയിട്ട് കുറച്ച് ടിഷ്യൂ സെല്ല് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് അതിൻ്റെ ഹയർ ലെവലാണല്ലോ ടിഷ്യൂ, അതായത് സെൽസ് ചേർന്നിട്ട് ടിഷ്യൂസ് ഫോം ചെയ്യും. അങ്ങനത്തെ ടിഷ്യൂസ് ലെവലിൽ ഉള്ള ആൾക്കാരാണ് ഫംഗസ്. പ്ലാന്റയിലൊക്കെ ആണെങ്കിൽ ടിഷ്യൂസും ഉണ്ട് ഓർഗനും ഉണ്ട്, ആനിമൽസിലാണെങ്കിൽ ടിഷ്യൂ ഉണ്ട് ഓർഗനും ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ മൊണീറയിൽ ഓട്ടോട്രോഫിക് ആയിരിക്കും അല്ലേ, ഓട്ടോട്രോഫിക്. അതിനകത്ത് കെമി സിന്തറ്റിക്കും വരും ഫോട്ടോ സിന്തറ്റിക്കും വരും, പിന്നെ ഹെട്രോട്രോഫിക്കും ആൾക്കാരും ഉണ്ട്. അതിനകത്ത് സാപ്രോഫൈറ്റിക്കും പാരാസൈറ്റിക്കും വരും. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റും. മറ്റേ ഇവർക്ക് ഹെട്രോട്രോഫിക് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ദെയർ ഓൺ ഫുഡ് സിന്തസിസ് നടക്കത്തില്ല. അവർ വേറെ ഏതെങ്കിലും ഫുഡ് സോഴ്സസിനെ ആശ്രയിക്കുന്നവരാണ് ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടിസ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവരും ഇതുപോലെ തന്നെ ഫോട്ടോട്രോഫും ഹെട്രോട്രോഫും ഉണ്ട്. ഇനി ഫംഗസ് ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നില്ല, അവർ ഫുള്ളി ഹെട്രോട്രോഫിക് ആണ്. പിന്നെ പ്ലാന്റേ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവരാരായിരിക്കും, ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരല്ലേ, ഓട്ടോട്രോഫിക് ആണ്. അനിമേലിയ ആണെങ്കിൽ ഹെറ്ററോട്രോഫിക് ആണ്, അതിൽ ഹോളോസോയിക്കും സാപ്രോഫൈറ്റിക്കും നേച്ചറാണ് നമുക്ക് വരുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് നമ്മുടെ ഈ കിങ്ഡം മൊണീറയെ പറ്റി പറയുകയാണെങ്കിൽ, മൊണീറ ഞാൻ പറഞ്ഞു സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ബാക്ടീരിയ ആണ്. ബാക്ടീരിയ മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്രൂപ്പിനകത്ത്. ഒരു പിടി മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ വരെ ഉണ്ടാവും. അത്രയ്ക്ക് ഫുള്ളി എന്താണ് എല്ലായിടത്തും യുബിക്യൂഷ്യസ് ആണ് അല്ലേ, എല്ലായിടത്തും കാണുന്ന ആൾക്കാരാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. പിന്നെ ബാക്ടീരിയനെ എന്താണ് പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. സർക്കുലർ ഷേപ്പ് അല്ലെ, ഇങ്ങനെ സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതിനെ കോക്കായി എന്ന് പറയും, റോഡ് ഷേപ്പ് ആണെങ്കിൽ ബാസിലസ് എന്ന് പറയും, പിന്നെ കോമ ഷേപ്ഡ് ആണെങ്കിൽ വിബ്രിയോ എന്ന് പറയും, പിന്നെ ഇത് സ്പൈറൽ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ സ്പൈറല്ല എന്നും പറയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായി കിങ്ഡം മൊണീറയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഡേ 2 ടൈം ടേബിളിലോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. താങ്ക് യു. Yeshuda Edu Platform, a complete education channel for cracking competitive exams for your dream career in life science field as well as Kerala PSC exams. Please like, share and subscribe for more videos.